നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ സഞ്ചി തൂക്കി വരുന്ന ആൾക്കാരെ കണ്ടില്ല നിങ്ങള്? ഫക്കീറന്മാർ ഒരു വീട്ടിൽ നിന്ന് ചോറ്റേരി കൊടുത്ത ബോധനരിയാണ് അത് അയക്കിടും ഒരു ഗ്ലാസ്. അപ്പുറത്തെ പേരിൽ പോയിട്ട് അരി ചോദിക്കുമ്പോ പറയും ഇവിടെ കുറവേയാണല്ലോ, അത് കുഴപ്പമില്ല നീ കിട്ടുള്ളൂ ഇടും. അപ്പുറത്തെ പേരിൽ പോകുമ്പോൾ ചിലപ്പോ മട്ടരി കയറി അത് വയ്ക്കിടും. അല്ലേ? കിട്ടിയ അരിയൊക്കെ ഒറ്റ സഞ്ചിക്കണം. അങ്ങനെ തോന്നിയതൊക്കെ തോന്നിയവന് കുത്തി നിറക്കാൻ പറ്റുന്ന എരപ്പന്റെ അരിസഞ്ചിയല്ല ഇസ്ലാം. ഉടച്ചു വാർത്ത മഹത്തായ ഒരു ദർശനമാണ് ഇസ്ലാം. 53 സൂറത്തുൽ നജ്മ് വ്യക്തമായി അല്ലാഹു തആല 1 മുതൽ 5 വരെയുള്ള ആയത്തുകളോട് പറഞ്ഞു തന്നു. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നക്ഷത്ര മണ്ഡലങ്ങൾ അവ അസ്തമിക്കുമ്പോൾ തന്നെയാണ് അല്ലാഹു തആല അതിന്റെ ശോഭയെ പറ്റി അല്ലാഹു സത്യം ചെയ്തു പറയുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണെന്ന് മാ വല്ല സാഹിബുകും വമാ ഗവാ, നിങ്ങളുടെ റസൂൽ ഒരിക്കലും തന്നെ വഴിതെറ്റിയവനല്ല. എവിടുന്നെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുന്ന സിഹർ ബാധിച്ച ഭ്രാന്തനൊന്നുമല്ല. പിന്നെ ആരാ? വമാ യൻതിഖു അനിൽ ഹവാ, ആ റസൂൽ ഹവപ്രകാരം ഒന്നും നിങ്ങളോട് പറയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, വഹയിലൂടെ എന്താണോ അല്ലാഹു തആല കൽപ്പിച്ചത് അതേ റസൂൽ അസ്സലാം പറയുള്ളൂ. അപ്പോ ചില്ലറ കാര്യമല്ല നമ്മളെ മുമ്പിൽ 23 കൊല്ലം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പോസ്റ്റ്മാന്റെ അടുത്ത് ഒരു കത്ത് കൊടുത്തേക്കുന്ന മാതിരിയാണ് ഈ ഖുർആനും ഈ പ്രവാചകന്റെ ജീവിതമെങ്കിൽ 23 കൊല്ലം നബിനെ എങ്ങനെ ഇടങ്ങേറാക്കണം? സ്വഹാബത്ത് എത്ര കൊല്ലം ഇടങ്ങേറാണോ? ഒരു ആകാശത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കയ്യിൽ ഒരു പാക്കേജ് ആയിട്ട് 30 ദിവസം ഖുർആനും അതിനെ കുറച്ച് വിശദീകരണം 2-3 ഗഡു കൊടുത്ത് അത് പോയാ അല്ല. ഘട്ടമായിട്ട് ആയത്തുകൾക്ക് സബബുൻ നുസൂലുണ്ട്. ഒരു ആയത്തിന് അവതരണ പശ്ചാത്തലമുണ്ട്. ഒരു ഹദീസ് റസൂൽ പറയുമ്പോൾ അതിന് നുസൂലുണ്ട്. എന്തുകൊണ്ടാണ് അത്? ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ ഉള്ള ആളുകൾക്ക് കൃത്യമായത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മനി അത്തഖദ അന്ന ഗൈറ ഹദിയൻ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്മല മിൻ ഹദിയൻ അന്ന وأن حكما غيري وأحسن من حكمه فالذي يفضل طوائف فهو كافر. أهل السنة والجماعة പണ്ഡിതന്മാര് പറഞ്ഞ വലിയ ഒരു ശക്തമായ നിബന്ധനയാണ്. എന്താണ് നിബന്ധന? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിനേക്കാൾ അല്ലെങ്കിൽ ആ വചനത്തെക്കാൾ ആ മാർഗത്തെക്കാൾ നല്ലത് ഇന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞതാണ്, ഇന്ന ബുദ്ധിരാഷ്ട്രം പറഞ്ഞതാണ്, ഇന്ന ശൈഖ് പറഞ്ഞതാണ്, ഇന്ന വലിയ പറഞ്ഞതാണ്, ഇന്ന ഹോജ പറഞ്ഞതാണ്. ഇങ്ങനെ പറഞ്ഞ് ഈ വാക്കിനെ നിസ്സാരമാക്കി കണ്ടാൽ ഫഹുവ കാഫിർ, അവൻ കാഫിറാണ്, അവൻ നിഷേധിയാണ്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് ചില മതസംഘടനകളില് മതാന്ധത ബാധിച്ച തലച്ചോറ്റത്തിന് കയറിയിട്ട് ആ മതാന്ധത ബാധിച്ചിട്ട് ഹിസ്ബിയത്ത് കൂടിയിട്ട് കച്ചിത്തം മൂത്തിട്ട് അവസാനം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വാചകത്തെക്കാൾ പ്രശംസയോടുകൂടി പറയും. ചില ആൾക്കാരൊക്കെ പറയും ഇന്നാലിന്ന മഹാൻ പറഞ്ഞു, ഇന്നാലിന്ന ഹോജ പറഞ്ഞു, റസൂൽ അതിനെതിരെ പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും പ്രശ്നമല്ല, അതാണ് ഏറ്റവും വലിയ വാക്ക്. അതല്ല വാക്ക്, മറിച്ച് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാമില് നമുക്ക് പ്രമാണം എന്ന് പറയുന്നത് ഖുർആനും ഹദീസുമാണ്. ഖുർആൻ മാത്രമാണ് ഇസ്ലാമിലെ പ്രമാണം, ഹദീസ് പ്രമാണമല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ നമുക്കറിയാം. ചേകന്നൂർ മൗലവിയുടെ പിൻതലമുറക്കാരായി ഖുർആൻ സൊസൈറ്റിക്കാരുണ്ടായി അല്ലേ? ആ ഖുർആൻ സൊസൈറ്റിക്കാരുണ്ടായി. എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അലാ വഇന്നി ഊതീതൽ ഖുർആൻ വമിസ്ലഹു മഅഹു, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നൽകിയിട്ടുണ്ട്, അതിന്റെ കൂടെ തന്നെ വേറെയും നൽകിയിട്ടുണ്ട്. ആ വേറെ എന്ന് പറഞ്ഞതാണ് ഹദീസ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 164-ാമത്തെ ആയത്ത്. അവിടെയും അല്ലാഹു പറഞ്ഞു യുഅല്ലിമുഹുൽ കിതാബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബുകൾ പഠിപ്പിച്ചു. വൽ ഹിക്മ, ഹിക്മത്ത് എന്താ? തന്ത്രം പഠിപ്പിച്ചു എന്നല്ല. അവിടെ ഹിക്മത്തിനർത്ഥം അൽ ഹദീസ്, പ്രവാചകന്റെ ജീവിതം. അപ്പൊ ഖുർആൻ മാത്രമാണ് പിന്നെ പ്രമാണമെന്നും ഹദീസ് പ്രമാണമല്ല എന്നും പറയുന്ന ഈ ഖുർആൻ സൊസൈറ്റിന്റെ ആൾക്കാര് ഓർക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റൂല. 3 വക്ത് നിസ്കാരം ഉള്ളത് ഓര് പറഞ്ഞെന്താ? ഖുർആന്റെ ആയത്ത് ഓതിയിട്ടുണ്ട്. സൂഫികൾ, ത്വരീഖത്തുകാർ നിസ്കരിക്കൂല. മൂത്ത ത്വരീഖത്തുകാർ നിസ്കാരം വേണ്ട, അവർക്ക് നോമ്പ് വേണ്ട, ഇസ്ലാമിന്റെ ഒരു ഹുക്മും വേണ്ട. എന്താ?
ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഒരായത്ത് ഫഅബ്ദു, നീ അല്ലാഹുവിനെ ആരാധിക്കുക, ഹത്താ ഏതുവരെ, യഅതിയകൽ യഖീൻ, അന്റെ ഹൃദയത്തിൽ യഖീനാണ്. യഖീനായ പിന്നെ ഇബാദത്തൊന്നും വേണ്ട. ഓൽക്ക് യഖീനായോ അപ്പോൾ ചിലപ്പോൾ നിസ്കാരത്തിന്റെ നേരത്ത് പള്ളിയിൽ പോകാതെ അവലെങ്ങനെ ഇരുന്ന് സിഗരറ്റ് വലിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നല്ല കഞ്ചാവ് തെറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല. അതാണ് ഈ സൂഫികളും മൂത്ത ത്വരീഖത്തുകാരൊക്കെ ഈ പഴിച്ചു പോയതിന്റെ കാരണം. ഇതൊക്കെ ആയത്തോതി വഴി തെറ്റിയത്. ചേകന്നൂർ എന്ന് പറയുന്ന ഖുർആൻ സൊസൈറ്റിയുടെ ആൾക്കാരും അങ്ങനെ തന്നെയാണ് ആയത്തോതി വഴി തെറ്റിയത്. പ്രമാണോ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഖുർആനും സുന്നത്തും രണ്ടും ഉണ്ട്. സ്വഹാബത്തിന്റെ മാർഗം, അതാണ് ഇതിന്റെ കൃത്യമായ മെത്തഡോളജി, ഐഡിയോളജി. ഈ രണ്ട് ആധാരങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം, അതിനാണ് അല്ലാഹു തആല ഈ മാർഗം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ഇതിനെതിരായി പറയുന്ന ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആ വിഘടിതമായ സംഘടനകളും അതേപോലെ സംഘടനകൾ എന്ത് അഭിപ്രായ വ്യത്യാസം പറഞ്ഞോട്ടെ, അതിലൊന്നും നമ്മൾ ടെൻഷനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് ഖുർആൻ എന്ത് പറഞ്ഞു, റസൂലുള്ളാഹി സ്ഥിരപ്പെട്ടു വന്ന ഹദീസ് എന്ന് പറഞ്ഞു, ആ മാർഗത്തിലുള്ള ഇജ്മാ എന്താണ്, ഖിയാസ് എന്താണ്, സ്വഹാബത്തിന്റെ അസർ എന്താണ്, ഇത് നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യത്തിൽ അവിടെ നിന്നാൽ പിന്നെന്തില്ല, ഒരു കുഴപ്പവുമില്ല എന്ന് പ്രത്യേകമായി മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദീനിനെ കളിയാക്കുന്ന ആളുകൾ, ആ കളിയാക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്തുണ്ട്. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു വിഭാഗം മുനാഫിക്കുകളായി ഉണ്ടായിരുന്നു. തബൂക്ക് യുദ്ധം നടക്കുമ്പോ ഒരു സംഭവം ഉണ്ടായി. യുദ്ധം നടക്കുന്ന സമയത്ത് വിശ്രമിച്ചപ്പോ, പിന്നെ യുദ്ധത്തിന് വേണ്ടി വന്ന സ്വഹാബത്ത് വിശ്രമിച്ചപ്പോ മുനാഫികളായ ചില ആൾക്കാർ നല്ല നല്ല പണ്ഡിതന്മാരായ സ്വഹാബികൾ നോക്കിയിട്ട് പറഞ്ഞത്, ഒരു പണി എടുക്കൂല, വെറുതെ കുറെ ദിക്റും ചൊല്ലി തിന്നാനാഴ്ച വന്ന ടീമാണ്, തീറ്റക്കാരാണ് എന്ന് കളിയാക്കിയതാണ് സ്വഹാബി. ഈ സംഭവം റസൂലുള്ളാഹിയുടെ കാതിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റിത്തടവിയ ആയത്തിറങ്ങി. ولئن سألتهم ليقولن إنما كنا نخوض ونلعب قل أبالله وآياته ورسوله كنتم تستهزئون. അല്ലാഹു ശക്തമായ മറുപടി കൊടുത്തു. റസൂലുള്ളാഹി വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ ഈ സ്വഹാബികളെ പരിചയം തിന്നാവുകളാണ്, യുദ്ധത്തിനൊക്കെ പേടിത്തൂരിയാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ തമാശക്ക് പറഞ്ഞാണ്. അള്ളാന്റെ ചോദ്യം, ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കളി തമാശക്ക് വേണ്ടി പറയാനുള്ളതല്ല. അള്ളാഹുവിനെയും അവന്റെ ആയാത്ത് റസൂലിനെയും ആ മുഅ്മിനീങ്ങളെയും ഒരിക്കൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം കളിയാക്കാനും പരിഹസിക്കാനും പാടില്ല എന്നാണ് അള്ളാഹു ശക്തമായ രൂപത്തിൽ താക്കീത് നൽകി. അതുകൊണ്ട് നിങ്ങളുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയരുത് എന്ന അള്ളാഹുവിന്റെ ആയത്ത് നമ്മൾ ഉൾക്കൊള്ളുക എന്ന് മാത്രമല്ല, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ റസൂലിന്റെ സുന്നത്തിനെ ശിരസാ വഹിച്ചിട്ടില്ലെങ്കിൽ മഹ്ശറിൽ നമുക്ക് ഹൗദുൽ കൗസറിന്റെ പാനീയം കിട്ടൂല. ഇന്നി ഫറത്തുക്കും അലൽ ഹൗദി മൻ മറ അലയ്യ ശരിബ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ നിങ്ങൾക്ക് മുമ്പേ മഹ്ശറിൽ വന്ന് നിൽക്കും, എന്നിട്ട് എനിക്ക് എന്റെ ഉമ്മത്തിന് മുക്കി കൊടുക്കാൻ അല്ലാഹു ഏൽപ്പിച്ച ഹൗദുൽ കൗസർ എന്ന പാനീയം, ആ പാലിനേക്കാൾ വെളുപ്പുള്ളതും തേനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ ഹൗദുൽ കൗസർ, അതിലെ സ്വർഗത്തിലെ സ്വർണ്ണ മുത്തുകൾ കൊണ്ട് തുറന്നുണ്ടാക്കിയ ലക്ഷോപലക്ഷം കോപ്പകൾ അതിലുണ്ടാവും. കോപ്പ ആ കോപ്പയിൽ നിന്ന് റസൂലുള്ളാഹി ഓരോ കപ്പ് വെള്ളങ്ങനെ മുഅ്മിനീങ്ങളായ വിശ്വാസികൾക്ക് മുക്കി കൊടുക്കും. അതിലൊരു കപ്പ് വെള്ളം കുടിക്കാൻ ഭാഗ്യം കിട്ടിയാൽ അവര് പിന്നെ ഒരു മൈൽ സൂര്യന്റെ ചുവട്ടിൽ ദാഹം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളിൽ ദാഹം എന്ന് പറഞ്ഞ് കരയുന്നവരിൽ പെടൂല. അർശന്റെ തണൽ കിട്ടൂല. 7 വിഭാഗത്താണ്. പക്ഷെ ഹൗദുൽ കൗസർ കുടിച്ചോന് ഒരു മൈൽ സൂര്യന്റെ ചുവട്ടിൽ വിയർപ്പിൽ മുങ്ങി കുളിച്ചാലും ദാഹം ഉണ്ടാകൂല എന്ന റസൂലുള്ളാഹി പറയുകയാണെന്ന്. അങ്ങനെ ഞാനത് മുക്കി കൊടുക്കുമ്പോൾ എനിക്കും ഒരു ഉമ്മത്തിന് ഞാനിങ്ങനെ ദൂരെ കാണും, അവരിങ്ങനെ ഇങ്ങോട്ട് വരാൻ കഴിയാതെ നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ അവരെ മാറി വിളിക്കുമ്പോൾ എനിക്കും അവർക്കിടയിൽ അല്ലാഹു ഒരു മറയിടും, ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി പറയും, ഇന്നഹും മിന്നീ, അവർ എന്റെ ഉമ്മത്താണ്, പടച്ചോനെ ഞാൻ അവർക്ക് ഹൗദുൽ കൗസർ കൊടുക്കട്ടെ. ആ സമയത്ത് അല്ലാഹുവിന്റെ മറുപടി, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, താങ്കൾക്ക് ശേഷം ദീനിൽ എന്തൊക്കെ ഫിത്നയാണ് അവർ ഉണ്ടാക്കിയത് എന്ന് താങ്കൾ അറിഞ്ഞിട്ടില്ല റസൂലേ.
അവർക്ക് ഔദുൽ കൗസർ ഹറാമാണ്, മംനൂഅൻ. അതുകൊണ്ട് എനിക്ക് ശേഷം ദീനിനെ മാറ്റി മറിച്ചവരെ വിദൂരം വിദൂരം എന്ന് റസൂലുള്ളാഹി ആട്ടിയകറ്റുമെന്നാണ്, ആട്ടിയകറ്റുമെന്നാണ് റസൂലുള്ളാഹി. അതിപ്പോ നമ്മള് ബിദ്അത്തിന്റെ അഹ്ലുകാരെയാണ് പറയുന്നത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാട്ടിലെ ആണ്ടുപടി എന്തൊരു നേർച്ച പരിപാടി നടത്തുന്നത് മാത്രമല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനുൽ ഇസ്ലാമിന്റെ അഖീദയെയും മൻഹജിനെയും ഉസൂലിനെയും അവരെ പാർട്ടിക്കനുസരിച്ചോ ദേഹച്ചക്കനുസരിച്ചോ നാടിന്റെ പിന്നെ താല്പര്യങ്ങൾക്കനുസരിച്ചോ ദേഹച്ചക്കനുസരിച്ചോ ഒക്കെ അവർ മാറ്റിമറിച്ചാൽ ഒക്കെ എന്താണ്, നിഷേധിച്ചാലും അതിൽ എക്സ്ട്രാ കൂട്ടിയാലും ഒക്കെ അഹ്ലുൽ ബിദ്അ എന്ന് പറയും. ബിദ്അത്തിന്റെ അഹ്ലുകാർ, അങ്ങനെയുള്ള അഹ്ലുൽ ബിദ്അയുടെ ആളുകൾ, അഹ്ലുൽ അവയുടെ ആളുകൾ, അങ്ങനത്തെ ഒരുപാട് അഹ്ലുസ് സുന്നയുടെ വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ജീവിക്കുന്ന അനവധി വിഭാഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ആ വിഭാഗങ്ങളിൽ പെടാതെ കല്ലും നെല്ലും വേർതിരിച്ചുകൊണ്ട് ഇസ്ലാമിലെ കർമ്മശാസ്ത്ര മസാലകളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് പഠിക്കണം. അടുത്ത ആഴ്ചയിലെ നമ്മുടെ ക്ലാസ് അതായിരിക്കും. ബാങ്കിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വിഷയത്തിൽ പൂർത്തീകരണം എന്ന നിലക്ക് മദ്ഹബിന്റെ ഇമാമികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാനുണ്ട്. എന്നിട്ട് അടുത്ത ആഴ്ച നമ്മൾ ഇൻഷാ അല്ലാഹ് ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം, നാളെ ലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്നത് വിശ്വാസ മേഖല കഴിഞ്ഞാൽ കർമ്മങ്ങളിൽ ആദ്യം നമസ്കാരമാണ്. അപ്പൊ ആ നമസ്കാരം അത് ഫവൈലുൽ മുസല്ലീൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിസ്കാരക്കാർക്കാകുന്ന നാശം. നിസ്കരിച്ചിട്ട് നരകത്തിൽ പോയ മനുഷ്യന്മാര് 60 കൊല്ലം നമസ്കരിച്ചിട്ടും അള്ളാഹു കബൂലാക്കാത്ത നമസ്കാരം ചില ആളുകളുണ്ട്, അവർ നരകത്തിൽ മുഖം കുത്തുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലെ ചെറുതും വലുതുമായ എല്ലാ പ്രാർത്ഥനകളും മസാലകളും എല്ലാം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതാണ് ഘട്ടഘട്ടമായി തുടർന്ന് മുന്നോട്ട് പോകുക. ഇൻഷാ അല്ലാഹ് ബാങ്കിന് ശേഷം നമുക്ക് ജമാഅത്ത് സമയം വരെ സംസാരിക്കാം. ഇസ്ലാമിലെ കർമ്മശാസ്ത്ര മസാലകളിൽ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കും അവര് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾക്കും ഏറെ സ്ഥാനമുണ്ട്. ഒരുപാട് ഇൽമിയായ കാര്യങ്ങൾ അതിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലും ലോകത്തുടനീളവും 4 മദ്ഹബ് സ്വീകരിച്ചവരാണ് ഭൂരിപക്ഷമാണ്. മദ്ഹബ് സ്വീകരിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷെ 4 മദ്ഹബ് സ്വീകരിച്ചില്ലെങ്കിൽ അവൻ വാലും മുളിലുമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ പണ്ഡിതന്മാർ. അത് ശരിയല്ല. 4 മദ്ഹബ് നിർബന്ധമായി സ്വീകരിക്കണം. അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ വാല് എന്ന് പറഞ്ഞാൽ എന്താണ്, വഴിതെറ്റി. മുളിൽ പറഞ്ഞാൽ വഴിതെറ്റിച്ചവൻ, അവ പിഴച്ചവനും പിഴപ്പിച്ചവനുമാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാണാം ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നാലും മദ്ഹബിന്റെ ഇമാമിന്റെ അല്ലെങ്കിൽ മദ്ഹബിന്റെ ഖൗലിന് മദ്ഹബിന്റെ വീക്ഷണത്തിന് അത് എതിരാണെങ്കിൽ ആ ഖുർആന്റെ ഹദീസും ആയത്തുകൊണ്ട് ഒഴിവാക്കിയിട്ട് ഇമാമിനെ പിന്തുടർന്നാൽ മതി. അത് കക്ഷിത്വമാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഒരിക്കലും അവരെ ജീവിതത്തിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ പിൽക്കാലത്ത് മദ്ഹബിന്റെ പേരിൽ കക്ഷിത്വം കൊണ്ടുവന്നവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തത്, തുടർന്ന് നിസ്കരിക്കാത്ത അവസ്ഥ വരെയുണ്ട്. വിശുദ്ധമായ ഹറമിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവിടെ ആൽ സഊദ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭരണകൂടം സ്ഥാപിക്കുന്നതിന് മുമ്പ് നമുക്കൊക്കെ അറിയാം, 4 ഖിബ്ലയിലേക്കും ഹനഫി ശാഫി ഹംബലി മാലിക്കി ഒറ്റ ഒരു ളുഹർ നടക്കുന്ന 4 ജമാഅത്താണ്. അങ്ങനെ 4 ഭാഗത്തേക്കും ഇമാമിങ്ങളുടെ മദ്ഹബിന്റെ ആളുകൾ കക്ഷിത്വമായി. ഒരു മദ്ഹബിന്റെ ഇമാമ ഉത്തരവാദികളല്ല. മാത്രമല്ല അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോശപ്പെട്ട രൂപത്തിലുള്ള വാക്കുകൾ വരെ പറഞ്ഞു. സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി വശാഫിഇയ്യത മിമ്മാ വ മിൻ തീരി. സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി, നജസിൽ നിന്ന് അബൂ ഹനീഫയെ സൃഷ്ടിച്ച അല്ലാഹു
എത്ര പരിശോധിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ച് പറയുന്നത് നജസിൽ നിന്നാണ് അബൂ ഹനീഫയെ സൃഷ്ടിച്ചത്. ഷാഫി ഇമാമിനെ ശുദ്ധമായ മണ്ണ് കൊണ്ട് വെള്ളം കൊണ്ടുമാണ് സൃഷ്ടിച്ചത്. ഇത് ഷാഫി ഹനഫി തമ്മിൽ ഈ നജസിന്റെ വിഷയത്തിൽ അഥവാ കുഹ്യസ്ഥാനം തൊട്ടാൽ അത് മുറിയോ ഇല്ലേ, അതേപോലെ തന്നെ ശുക്രൻ നജസാണോ അല്ലേ, അങ്ങനത്തെ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അവര് തമ്മിൽ പാടിയതാണെന്ന് നജസിൽ നിന്ന് അബൂ ഹനീഫയെ സൃഷ്ടിച്ചു അല്ലാഹു. ഷാഫി ഇമാമിനെ ശുദ്ധമായ വെള്ളം കൊണ്ടും മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്. ഇതിന് ഉത്തരവാദികളല്ല അവർ. പക്ഷെ അവരിൽ ഭ്രാന്തന്മാരായി ഈ കക്ഷിത്തമൂത്ത ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഒന്നാമത്തെ ഇമാമായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിലുള്ളത് എന്താണ്? അദ്ദേഹം പറയുന്നു, ഹറാമുൻ അലാ മൻ ലം യഅരിഫ് ദലീലി അൻ യുഫ്തിയ ബികലാമി. അദ്ദേഹത്തിന്റെ വാക്ക്, എന്റെ വാക്ക് കൊണ്ട് ആർക്കെങ്കിലും ഒരു ഫത്വ നിങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ, അഥവാ അബൂ ഹനീഫ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ഫത്വ ദീനിൽ നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അതിനെ അവലംബിച്ച തെളിവെന്താണെന്ന് നോക്കാതെ നിങ്ങൾ എന്റെ പേരിൽ അത് പറയുന്നത്. അദ്ദേഹം അവലംബിച്ച തെളിവ് നോക്കാതെ കാല അബൂ ഹനീഫ പറഞ്ഞിട്ട് പേരിൽ പറയരുത്. അപ്പൊ അവര് ഭയപ്പെട്ടിരുന്നു അങ്ങനെ സ്വന്തം ദീന അഭിപ്രായം പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തും ശിഷ്യനുമായിരുന്ന നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്ന വ്യക്തിയെ വിളിച്ച് അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹം ഒരു ബുക്കും കിതാബും എടുത്തിട്ട് ഇങ്ങനെ എഴുതും. അദ്ദേഹം അബൂ ഹനീഫ പറയുന്നതൊക്കെ വേണ്ടതും വേണ്ടതൊക്കെ എഴുതും. അപ്പൊ അദ്ദേഹം ഈ ശിഷ്യനോട് പറഞ്ഞു, നുഅ്മാൻ ഇബ്നു സാബിത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത്, എന്റെ ഈ അഭിപ്രായങ്ങളെല്ലാം ഞാൻ പറയുന്നത് നീ മുഴുവനായി കൊണ്ട് ലാ തക്തുബു കുല്ലമാ തസ്മഉ മിന്നി, എന്നിൽ കേൾക്കുന്നതൊക്കെ അപ്പപ്പോ എഴുതി വെക്കല്ലേ, മുഴുവൻ എഴുതി വെക്കല്ലേ. കാരണം എന്താ, അത് അബൂ ഹനീഫ ഇമാം പറഞ്ഞു എന്നുള്ള രൂപത്തിൽ പിൽക്കാലത്ത് എഴുതപ്പെടും. അതുകൊണ്ട് ഞാൻ ചിലപ്പോ ഇന്ന് പറഞ്ഞ അഭിപ്രായം ഞാൻ നാളെ മറ്റന്നാളൊക്കെ തിരുത്തിയിട്ടുണ്ടോ, മറ്റന്നാളെ ഞാൻ പറഞ്ഞ ചിലപ്പോ പിന്നെ കുറച്ച് അടുത്ത ആഴ്ച ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോ തിരുത്തിയിട്ടുണ്ടാവും. എന്താ, ഞാൻ അന്ന് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞത് സ്വഹീഹ് ഹദീസിനെതിരാണ് എന്ന് എനിക്ക് പിന്നീട് കിട്ടിയാലോ ആ സ്വഹീഹ് ഹദീസ് സ്വീകരിക്കുമ്പോൾ എന്റെ അഭിപ്രായം ഞാൻ ഒഴിവാക്കും. അതിനർത്ഥം എന്താ, ഇമാമികളും നിലവാരമില്ലാതെ തോന്നിയതൊക്കെ ഇങ്ങനെ തോന്നിയമായി പറയണമല്ല, അല്ല. അതാണ് സൂക്ഷ്മത. അന്ധമായി കേട്ടതൊക്കെ എഴുതി വെച്ച് അത് നിങ്ങൾ ദീനായി പറയല്ലേ. അതുകൊണ്ട് തന്നെ പിന്നെ ഇതാണ് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, മാലിക് റഹ്മഹുല്ലാഹ് എന്ന രണ്ടാമത്തെ ഇമാമിന്റെ വാക്ക് എന്താ, മാ മിൻ അഹദിൻ ഇല്ലാ വഹുവ വഖദു മിൻ കലാമി മർദൂദുൻ അലൈഹി ഇല്ലാ സാഹിബ ഹാദിഹിൽ ഖബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഖബർ ചൂണ്ടിക്കൊണ്ട് മാലിക് തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഈ ഖബറുള്ള വ്യക്തിയുടേതല്ലാത്ത മറ്റേത് മനുഷ്യന്റെ ഖൗലിലും തള്ളേണ്ടതുണ്ടാവും, കൊള്ളേണ്ടതുണ്ടാവും. ഇല്ലാ സാഹിബ ഹാദിഹിൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിത്വത്തിൻ്റെതല്ലാതെ. അപ്പൊ റസൂലുള്ളാഹിയുടെ വാചകത്തിൽ നമുക്ക് തള്ളാനൊന്നുമില്ല, ഒക്കെ സ്വീകരിക്കാനുള്ളൂ. എന്ന ബാക്കിയുള്ള ഏത് ആളുകൾ പറഞ്ഞാലും അത് മുഴുവനും തെറ്റുണ്ടാകും. കാരണം എന്താണ്, അത് പിന്നെ തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ള മനുഷ്യന്മാരാണ്. ഇതാണ് അദ്ദേഹം വ്യക്തമായി കൊണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭരണാധികാരി ആ കാലഘട്ടത്തിൽ മാലിക് ഇമാമിനോട് ചോദിച്ചു, നിങ്ങളുടെ ഈ മദ്ഹബ് ഞാൻ നാട്ടിലെ ശരീഅത്താക്കട്ടെ, എന്നാൽ നിങ്ങളെ മദ്ഹബ് നിങ്ങൾ എഴുതിയ നിയമങ്ങൾ ദീനായി ഞാൻ ഇവിടെ ശരീഅത്ത് പോലെ കൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പറ്റൂല, അതിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ നാളെ ശിക്ഷിക്കപ്പെടും. അപ്പോ പിന്നെ തെറ്റുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്ന് മാത്രമല്ല അദ്ദേഹം മരിക്കുന്ന സമയത്ത് തേങ്ങി കരയുന്നു. ആ മാലിക് റഹ്മത്തുള്ളാഹി ശിഷ്യന്മാർ ചോദിച്ചു, എന്തിനാണ് ശേഖേ കരയുന്നത്? ഞാൻ ദീനിൽ ധാരാളം അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്, അതിൽ ഖുർആനും സുന്നത്തിനും എതിരായതുണ്ടെങ്കിൽ ഞാൻ പരലോകത്തിൽ ഒറ്റക്കാരനാവുമല്ലോ. അപ്പൊ ശിഷ്യന്മാര് പറഞ്ഞു, അതിപ്പോ വെച്ച് പിൻവലിച്ചാളി, മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പിൻവലിച്ചാ പോലെ. അദ്ദേഹം പറയാണ്, ഞാൻ പിൻവലിച്ചിട്ട് എന്ത് കാര്യം, നാട്ടിൽ ആ നിയമങ്ങളുമായി ആളുകൾ ഇറങ്ങി തിരിച്ചില്ല. അപ്പൊ ഓരോന്നും അവരെ ദീന് പഠിച്ച് ഖുർആനും ഹദീസും കിതാബും ഇജ്തിഹാദ് ചെയ്ത് അവർ പറഞ്ഞത് ഓൽക്ക് അഹംഭാവം കൊണ്ടോ ഇത് 100% ശരിയാണെന്നല്ല, പിഴവുകൾ ഉണ്ടാകാം, സൂക്ഷ്മത കൊണ്ട് പേടിയോടുകൂടിയാണ് അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. പക്ഷെ എന്നിട്ടും നമ്മുടെ നാട്ടിലെ മദ്ഹബിന്റെ ആളുകൾ അവരെ പേരിൽ എന്തെല്ലാം തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇനി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ
ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത്. ഷാഫി ഇമാമിന്റെ ശിഷ്യനായ ഇമാം മുസ്നി മുഖ്തസർ അൽ മുസ്നി എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ മുഖദ്ദിമ അതിന്റെ ആമുഖത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വഹാദാ കിതാബുൽ മുഖ്തസറ, ഞാൻ ഷാഫി ഇമാമിന്റെ കിതാബ് ചുരുക്കി എഴുതിയിട്ടുണ്ട്. വഇന്നി ഇലാ അൻ നഹിയ അൻ തഖ്ലീദിഹി വതഖ്ലീദി ഗൈരിഹി, എന്തിനാണ് ഞാൻ ഈ ഗ്രന്ഥം ചുരുക്കി എഴുതിയത്? മാത്രമല്ല ഞാൻ ഇതിന്റെ ആമുഖത്തിൽ എഴുതിയിട്ടുള്ള ഈ വാചകം എന്താണ്? ഈ ഗ്രന്ഥം നിങ്ങൾ വായിക്കുന്നവർ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം കൂടെ ഞാൻ ഇതിന്റെ ആമുഖത്തിൽ നൽകുന്നുണ്ട്. ആ അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കണം. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തെയോ അദ്ദേഹത്തിന് പുറമെയുള്ളവരെയോ ആരെങ്കിലുമോ നിങ്ങൾ തെളിവ് നോക്കാതെ അന്ധമായി പിൻപറ്റരുത്. ഇത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞതാണ്. പക്ഷെ ഷാഫി മദ്ഹബ് ആൾക്കാർ ഇത് അനുസരിക്കുന്നുണ്ടോ? ഈ ഷാഫി മദ്ഹബ് നടക്കുന്ന സമസ്തക്കാരായ ആൾക്കാർക്ക് വല്ല ബോധമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വ്യക്തമായി കൊണ്ട് തന്നെ പറഞ്ഞു എന്ത് അദ്ദേഹം പറയുകയാണ് സ്വന്തം ദീനിന്റെ കാര്യത്തിൽ അയാൾ ചിന്തിക്കാൻ വേണ്ടിയാണ്, സ്വന്തം ദീനിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. അപ്പോ ഷാഫി ഇമാമിന്റെ പേരിൽ എഴുതിയ കിതാബ് പോലും പണ്ഡിതന്മാര് പറഞ്ഞെന്താ? അദ്ദേഹത്തിന്റെ സൂക്ഷ്മത ഇതാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ വാക്ക് തന്നെ കിതാബിൽ കാണാം. ഞാൻ എന്റെ ഈ ഗ്രന്ഥങ്ങൾ മുഴുവനും രചിച്ചിട്ടുള്ളത് എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള പരിശ്രമങ്ങൾ ഇൽമ് ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്, പരമാവധി വീഴ്ച വരുത്താതെയാണ് ഞാൻ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ഇമാം ഷാഫി പറയാം, ഞാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാലും എന്റെ ഗ്രന്ഥത്തിൽ എന്തുണ്ടാവും? തെറ്റുകൾ ഉണ്ടാകും. കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? അള്ളാന്റെ അടുത്തല്ലായിരുന്നു ഈ ഖുർആനെങ്കിൽ ഈ ഖുർആൻ നിങ്ങൾക്ക് ധാരാളം ഭിന്നാഭിപ്രായങ്ങൾ കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടാവില്ല, ഒരു വൈരുദ്ധ്യം ഉണ്ടാവില്ല. പക്ഷേ ഇത് എന്റെ ഗ്രന്ഥമാണ്, എന്റെ കൈകൊണ്ട് എഴുതിയതാണ്, ഇത് ഖുർആൻ പോലെയല്ല. അതുകൊണ്ട് ഇതിൽ വന്ന തെറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വാക്കാണ്. ഇതാ ഞാൻ ഈ എന്റെ ഈ കിതാബിൽ ഖുർആനിലും സുന്നത്തിലും വല്ല എതിരും കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഉടനെ തന്നെ മാറ്റി നിങ്ങൾ ഇത് പ്രമാണങ്ങളിലേക്ക് മടങ്ങണം. ഞാൻ പ്രമാണങ്ങളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്റെ ഖബറിൽ മണ്ണായി ദഹിച്ചു പോയാലും ശരി. ഇത് ഇമാം ഷാഫി എന്ന വാക്കാണ്. എന്തിനാണ് ഇന്നത്തെ വിഷയത്തിൽ ഞാൻ ഇത് പൂർത്തീകരിക്കുന്നത്? കർമ്മശാസ്ത്ര മസാല സംസാരിക്കുമ്പോ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കൃത്യമായ ബേസ് കിട്ടിയിട്ട് വിഷയത്തിൽ ഇറങ്ങാൻ പറ്റണം. അല്ലാതെ തന്നെ കുറെ ദിക്റും ദുആകളും മസാലയും പഠിപ്പിച്ച കാര്യമില്ല. നമ്മൾ ഇൽമു പഠിക്കുമ്പോൾ അതിനൊരു തർത്തീബുണ്ട്, ആദാബുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാൻ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹ്മത്തുള്ളാഹിന്ന നാലാമത്തെ ഇമാമും വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളത് ലാ തുഖല്ലദിനി വലാ തുഖല്ലദിൽ മാലിക് വലാ ഔസാഇ വലാ നഹിയ വലാ ഗൈരിഹി. നീ എന്നെയോ ഇമാം അഹ്മദിനെയോ അതേപോലെ മാലിക്കിനെയോ ഔസാഇയെയോ ആരെയും നീ അന്ധമായി പിൻപറ്റാൻ പാടില്ല. വദിൽ ഉഖ്കാമി, നീ എല്ലാ അഹ്കാമുകൾ ഫി ഹദീസ് വഅഹ്കാമിൽ കിതാബി വസുന്ന, അവരെല്ലാം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് വിധികൾ സ്വീകരിച്ചത്. നിങ്ങളും അവിടെ നിന്നാണ് സ്വീകരിക്കേണ്ടത് എന്ന് വ്യക്തമായി ഹുജ്ജത്തുല്ലാഹിൽ ബാലിയാത്ത് എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി തന്നെ ഉസ്താദ് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതാണ് ഫിഖ്ഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ആമുഖമായ ഒരു ക്ലാസ്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത നമ്മുടെ ക്ലാസ് ഈ ആഴ്ച, അടുത്ത ആഴ്ചയല്ല പിറ്റത്തെ ആഴ്ച അല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന ആഴ്ചയാണോ? വാരാകണ്ട നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് പ്രയാസമില്ല. രണ്ടാഴ്ച കൂടുമ്പോ വെച്ചാൽ മതി. നമ്മൾ വേറെ കാര്യം കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്. നമുക്ക് നമുക്ക് വേണ്ടിയുള്ള ഇൽമാണ്. ഈ പൊതുജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ശിർക്ക് ബിദ്അത്ത് അതേപോലെ തൗഹീദ് സുന്നത്ത് വിഷയങ്ങൾ അത് അഹ്ലു സുന്ന വൽ ജമാഅ എന്താണ്, അതെന്തല്ല, നാട്ടിൽ നടക്കുന്ന ഈ സമസ്ത പ്രചരിപ്പിക്കുന്ന സുന്നത്തമായ എന്താണ്, ഇത് ജനങ്ങൾക്ക് വേർതിരിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളാ പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ്. അപ്പൊ മാസത്തിൽ 2 ക്ലാസ്, ഒരു ഫിഖ്ഹിയായ ക്ലാസ്, ഒരു മാസത്തില് അവസാനത്തെ ആഴ്ച അവിടെ വെച്ചിട്ടും ഒരു ക്ലാസ്. അതാണ് ഞാൻ അന്ന് ഇവിടെ പറഞ്ഞിരുന്ന അഭിപ്രായം. ആ കാര്യം കൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് എന്ത് ചെയ്യണം, താല്പര്യത്തോടുകൂടി എടുക്കണം. കാരണം നമുക്ക് കിട്ടിയ ഇൽമ് നമ്മൾ ഈ പഠിക്കുന്ന പോലെ തന്നെ പൊതുജനത്തിന് നമുക്ക് വേറെ ഇൽമ് കൊടുക്കാണ്ട്, അത് അവർ കൂടി പഠിക്കണം. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടാക്കാം.
അവിടേക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരു ബോക്സ് ആയിട്ട് പോകേണ്ട പണിയുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പൊ മാസത്തിൽ 2 ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. മാസത്തിൽ 2 ക്ലാസ് 15 ദിവസം കൂടുമ്പോൾ ഇവിടെ ഒന്ന്, പിന്നെ അവസാനത്തെ മാസം ശനിയാഴ്ച ഞായറാഴ്ച ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടുതൽ എല്ലാ നിലക്കുള്ള ഖൈറും ബർക്കത്തും നൽകട്ടെ. നമ്മുടെ സമയം ചെലവഴിച്ചത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലായതുകൊണ്ട് അതിന്റെ തൃപ്തിയോടുകൂടി നമുക്ക് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും അല്ലാഹു നമുക്ക് പുറത്തു വരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم. ഒരു സദസ്സ് പിരിയുമ്പോ നമ്മളെല്ലാരും ഒരുമിച്ച് പിന്നെ എന്ത് ചെയ്യാ, ഈ പ്രാർത്ഥന ഒന്ന് ചൊല്ലിയിട്ട് പിരിയാ. അതായത് നമുക്കൊക്കെ അറിയാൻ ഇത് കഫാറത്തുൽ മജ്ലിസ് എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഒരു സദസ്സിൽ നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള എന്ത് പാപങ്ങളാണെങ്കിലും അത് പൊറുക്കപ്പെടും. എല്ലാരും ഒരുമിച്ചൊന്ന് പറയാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അതിന്റെ അർത്ഥം കൂടെ വേണമെന്ന് പറയാം. സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹുവേ നീ എത്ര പരമപരിശുദ്ധനാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെയില്ല. അസ്തഗ്ഫിറുക, ഞങ്ങളിതാ അല്ലെങ്കിൽ ഞാനിതാ നിന്നിലേക്ക് പാപമോചനം തേടുന്നു. വഅതൂബു ഇലൈക്, ഞങ്ങൾ നിന്നിലേക്ക് പിന്നെ പാപമോചനം തേടി നിന്നിലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മൾ എല്ലാ സദസ്സിലും പിരിയുമ്പോൾ നമ്മൾ ചെയ്യണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.